നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമുക്ക് അറിയാം ഫിസിക്സിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട്. ഈ 2, 3 എപ്പോഴും പ്രശ്നകാരികളാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാം. പക്ഷേ ഫിസിക്സിലെ 2ഉം 3യും എപ്പോഴും പബ്ലിക് എക്സാമിനായാലും ഇച്ചിരി ഒന്ന് നമ്മളെ കുഴപ്പിക്കും. അതൊന്ന് മാറ്റാൻ നമുക്കൊരു 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ബാഹുബലിയായിട്ടുള്ള 5 ചോദ്യങ്ങളിലേക്ക് നടക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റും ഒക്കെ നിങ്ങൾ ഇട്ടേക്കണം കേട്ടാ, ഒരു പിശകും കാണിക്കണ്ട. അന്നേരം ആദ്യത്തത്, അതായത് 5 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങളാണ്. 2 മാർക്ക് മാത്രമല്ല, 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങൾ. അതിനകത്ത് ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ട്രാൻസ്ഫോമർ ഉണ്ട്, AC എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററത്തെ ഡെറിവേഷൻസ് ആണല്ലോ ഫുൾ. അതിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് കുറവാണ്. അതിനകത്ത് ട്രാൻസ്ഫോമർ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, ഏതൊക്കെ തരം ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, അത് തമ്മിലുള്ള ഡിഫറൻസ്, VS/VP = NS/NP, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. പിന്നെ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, പിന്നെ ഹിസ്റ്റീരീസ് ലോസ്. ഇതെല്ലാം മിനിമൈസ് ചെയ്യുന്ന രീതി നമ്മുടെ നോട്ട്സ് അതൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ ഒരു ഉറപ്പായിട്ട് ഇതിന് 2 or 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല നന്നായിട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നവരാണെങ്കിൽ. അതാണ് 1. 2, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതിനകത്ത് കൊണ്ടുവരേ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിനകത്ത് പവർ ഓഫ് എ ലെൻസ്, ക്രിറ്റിക്കൽ ആംഗിൾ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ആപ്ലിക്കേഷൻ വേണ്ട, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, മാഗ്നിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒറ്റ ഇതായിട്ട് പഠിക്കുക. മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് എ ലെൻസ്, ക്രിറ്റിക്കൽ ആംഗിൾ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. 3ാമത് അതേ ചാപ്റ്ററിൽ തന്നെ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, 2 thin lenses in contact, 2 thin lenses in contact. 4ാമത്തെ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും കറണ്ടും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള ചെറിയ ചെറിയ ഡെറിവേഷൻസ്, അതും ആ ചാപ്റ്ററിനകത്ത് ഓംസുമായിട്ട് ബന്ധപ്പെട്ട റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, ഇത് നോക്കിക്കോളുക. ഇപ്പം 4. ഇനി 5, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനകത്ത് മോഷണൽ EMF, സ്മോൾ e = BLV എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യാൻ ചെറിയ ഡെറിവേഷൻ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, ½ Li02 എന്ന് പറയുന്ന ഈ 2 നോക്കുക. ഈ 5 ഷോർട്ട് ക്വസ്റ്റ്യൻസ് 2 മാർക്കിനും 3 മാർക്കിനും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് എല്ലാം ഉറപ്പായിട്ട് ചോദിക്കാം. മോസ്റ്റ് പ്രോബബിൾ എന്നല്ല, 99% ഉറപ്പിച്ച് ചോദിക്കാൻ ചോദ്യങ്ങൾ. മാക്സിമം ഷെയർ ചെയ്യുക, കണ്ട് അടിച്ചേക്കുക. അടുത്ത വീഡിയോ ടപ്പ എന്ന് പറഞ്ഞ് വരും. ചെറിയ വീഡിയോ അല്ലേ ഉള്ളൂ, ലെങ്ത് ഒന്നുമില്ല. നിങ്ങൾ 7 മണിക്കൂർ 8 മണിക്കൂർ ഒന്നും കണ്ട പടപടാന്ന് പഠിക്കുക, തകർത്ത് പഠിച്ചു. നെവർ എവർ ഗിവ് അപ്പ്.